നമസ്കാരം. ജനാധിപത്യത്തിന്റെ തുറന്ന സംവാദവേദിയായ ന്യൂസ് മലയാളം പൊളിറ്റിക്കൽ മാസിലേക്ക് സ്വാഗതം. പൊളിറ്റിക്കൽ മാസ് ഇന്നിപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണുള്ളത്. വിവിധ ജില്ലകളിൽ നിന്ന് തെക്ക് നിന്നിങ്ങ് തുടങ്ങി തൃശ്ശൂർ ജില്ലയിലെത്തി നിൽക്കുന്നു. തൃശ്ശൂർ ജില്ലയുടെ ഒരു പൊതുസ്ഥിതി പരിശോധിച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലം ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളും ഇടതുമുന്നണി തൂത്തുവാരിയിരുന്നു. ആ സ്ഥിതി കൊണ്ട് ഇടതുമുന്നണിക്ക് ഇവിടെ മുൻകൈ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഇവിടെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി വിജയിച്ചു വന്നല്ലോ എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ NDAക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ UDFനും തരക്കേടില്ലാത്ത മെച്ചപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടായി എന്നുള്ളത് നമ്മൾ ഓർക്കുന്നത്. അങ്ങനെ ഏറ്റവും ശക്തമായ ചൂടേറിയ ഒരു മത്സര രംഗമായി ഈ തൃശ്ശൂർ ജില്ല മാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ വിശേഷങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് മണലൂർ മണ്ഡലത്തിൽ വെച്ചാണ്. ഇവിടെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് റോസൽ രാജുണ്ട്, ശോഭാ സുബിനുണ്ട്, പ്രിന്റു മഹാദേവുണ്ട്. യഥാക്രമം LDFന്റെയും UDFന്റെയും NDAയുടെയും പ്രതിനിധികളായി. ആദ്യം തന്നെ റോസൽ രാജിലേക്ക്. അതിന് കാരണവുമുണ്ട്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരിയതാണ് നിങ്ങൾ. പക്ഷേ ആ വിജയം ഉണ്ടാകുമോ എന്ന സംശയം പൊതുവെ നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സംശയം നമ്മളെ സംബന്ധിച്ചില്ല. ഞങ്ങൾ ഇത്തവണ 13 മണ്ഡലത്തിൽ 13 ജയിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ 10 വർഷ കാലയളവിനകത്ത് വികസനവും ക്ഷേമവും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ കേരളം ഭരിച്ചത്. ഇതൊരു വികസനം അതുപോലെ തന്നെ മതനിരപേക്ഷതയും ക്ഷേമവും മാത്രം ചർച്ചയിലല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഒരു ബദലാണ്. ഈ ബദലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം ഏറ്റവും കൂടുതൽ മനുഷ്യർ പട്ടിണി അനുഭവിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുമ്പോൾ ഒരാൾ പോലും വിശപ്പെന്ന് പറയുന്ന വേദന അനുഭവിക്കുന്ന മനുഷ്യരില്ലാത്ത നാടായി ഈ കേരളം മാറുന്നു. വിദ്യാഭ്യാസ മേഖല എടുത്തു നോക്കൂ. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കഴിയാതിരിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ കുട്ടികളും പഠിക്കുന്നു. 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ വരെ പഠിക്കാത്ത ഒരു കുട്ടിയെ പോലും ഇന്ന് നമ്മുടെ നാട്ടുപ്രദേശത്ത് കാണാൻ വേണ്ടി പറ്റില്ല. കുറച്ച് വർഷങ്ങളും കൂടി കഴിഞ്ഞാൽ യാതൊരു സംശയം വേണ്ട, ഡിഗ്രി വരെ പഠിക്കാത്ത ഒരു കുട്ടിയെ പോലും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. രാജ്യത്തെ ആരോഗ്യ മേഖല എടുത്താലും ഈ നാട് ഭരിക്കുന്ന BJPയുടെ സർക്കാർ തന്നെ ആണ് കേരളത്തിന് വിവിധ മേഖലകളിൽ നേടിയെടുത്ത മികവിൻ്റെ ഭാഗമായി അംഗീകാരങ്ങൾ നൽകുന്നത്. ഏറ്റവും കുറവ് ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. അമേരിക്കയെ പിന്തള്ളി കേരളത്തിൽ ശിശുമരണ നിരക്ക് 5ആണ്. UDF ഭരിക്കുമ്പോൾ അത് 12ആയിരുന്നു. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന നേട്ടങ്ങൾ സ്കൂളുകളുടെ കാര്യത്തിൽ, ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 90,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം ഈ കേരളത്തിൽ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കേരള ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴെല്ലാം ഇടതുപക്ഷം വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇവിടെ വികസനം കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എപ്പോഴെല്ലാം UDF അധികാരത്തിൽ വന്നിട്ടുണ്ടോ നമ്മൾ നേടിയെടുക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ വേഗത കുറയ്ക്കുന്ന ആളുകളായിട്ടാണ് ഈ നാട്ടിലെ ഐക്യജനാധിപത്യ മുന്നണി മാറിയിട്ടുള്ളത്. ഒറ്റ ഒരു ഉദാഹരണം ഞാൻ പറയും. ഇപ്പോൾ ക്ഷേമ പെൻഷൻ 2000 രൂപയാണ് ക്ഷേമ പെൻഷൻ നമ്മൾ കൊടുക്കുന്നത്. ആ ക്ഷേമ പെൻഷനിൽ UDFൻ്റെ പങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ വർദ്ധിപ്പിച്ചത്. ആ പൈസ കൊടുക്കാൻ വേണ്ടി തയ്യാറാകാത്ത ആളുകളാണ് ഐക്യജനാധിപത്യ മുന്നണി എന്നത് എൻ്റെയും നിങ്ങളുടെയും അനുഭവം. ഇന്ന് 2000 രൂപ എത്തി നിൽക്കുന്നു. ഇനിയും ഇതിൽ വർധനവുണ്ടാവണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ തുടർച്ചയുണ്ടാകണം എന്ന കാര്യത്തിനകത്ത് യാതൊരു സംശയവും വേണ്ട. 45 തുടങ്ങി അത് 60ആയി, 120ആയി, 600ആയി, 1200ആയി, 1600ആയി, 2000 രൂപയായി ഇപ്പോൾ നിൽക്കുന്നു. ഇനിയും ഈ തുടർച്ചയുണ്ടാവുമ്പോൾ അത് 2500, 3000 അങ്ങനെ മുന്നോട്ട് പോകും എന്ന കാര്യത്തിനകത്ത് യാതൊരു സംശയവും നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് ഇല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ശോഭാ സുബിൻ, ഇത് ഇത്രയും സുന്ദരമായാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ മറ്റൊരു ഭരണം ഇവിടെ വേണോ എന്നുള്ളതാണ് റോസൽ രാജു ചോദിക്കുന്നത്. അതെ, വളരെ സുന്ദരമായിട്ടാണ് കേരളത്തിൽ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഒരു കാര്യത്തിൽ സംശയം വേണ്ട. കേരളത്തിൽ 10 വർഷക്കാലത്തെ ദുർഭരണം, 10 വർഷക്കാലത്തെ ഭരണം പറഞ്ഞിരിക്കുന്നത് ഇനിയും അത് തുടർന്നു പോകരുത് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഇനിയും ഈ കേരളത്തിൽ തുടരുമെന്ന് ആഗ്രഹിക്കുന്ന സാംസ്കാരിക ബുദ്ധിജീവികൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത് ഈ ഭരണം തുടർന്നു പോകരുത്, ഇതൊരു ഏകാധിപത്യ ഭരണമാണ്, ഇത് ദുഷ്പ്രഭുത്വമാണ്, അതുകൊണ്ട് ഇത് തുടർന്നു പോകരുത് എന്നുള്ളതാണ് കേരളത്തിലെ മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 10 വർഷക്കാലത്തിന് ശേഷം പിണറായി വിജയൻ്റെ ഭരണം വരുമ്പോൾ കേരളത്തിൽ വൈദ്യുതിയുടെ നിരക്ക് കൂട്ടിയ ഭരണമാണ്, വെള്ളത്തിന് വില കൂട്ടിയ ഭരണമാണ്, രജിസ്ട്രേഷൻ ഫീസുകൾ വർദ്ധിപ്പിച്ച ഭരണമാണ്, കെട്ടിട നികുതിയും ഭൂനികുതിയും കൂട്ടിയ ഭരണമാണ്, ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ട ഭരണമാണ്, PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി വർഗീയ ചിന്താഗതികൾ ഉയർത്തിവിട്ട ഭരണമാണ്.
ആരോഗ്യരംഗം വെന്റിലേറ്ററിലാക്കി മോർച്ചറിയിലേക്ക് കടന്നു പോകുന്ന രംഗമാണ്. കേരളത്തിലെ എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും കേരളത്തിൽ ഏറ്റവും മോശകരമായ രീതിയിൽ 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് മുന്നോട്ട് പോയൊരു ഗവൺമെൻറ്റിൻ്റെ പേര് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും കേരളത്തിലുള്ളവർക്കില്ല. PP കിറ്റ് മേടിക്കുന്നതിലടക്കം അഴിമതി നടത്തിയ ഭരണകൂടമാണ്. എന്തിനേറെ പറഞ്ഞു, പായസത്ത് കൊടുക്കുന്ന കിറ്റിൽ പോലും അഴിമതി നടത്തിയ ഒരു ഭരണകൂടമാണ് പിണറായി വിജയൻ്റെ ഭരണകൂടം. അതുകൊണ്ട് ഈ ഭരണകൂടം അറുതി വരുത്തേണ്ടത്, ഈ ഭരണകൂടത്തെ അവസാനിപ്പിക്കുന്നതിന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആളുകൾ, രോഗികൾ ശവമായി തിരിച്ചെത്തേണ്ട ഗതികേടിലേക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സർജറി കഴിയുന്ന ആളുകളുടെ വയറ്റിലേക്ക് കത്രിക വെച്ച് തുന്നിക്കയറ്റുന്നത് ഏത് ആരോഗ്യരംഗമാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് ഹോൾഡിങ്ങുകളും ഒരുപാട് പരസ്യങ്ങളും നൽകിക്കൊണ്ട് കേരളം സുന്ദരമാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്ന് കൃത്യമായിട്ട് ഞങ്ങൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഏപ്രിൽ മാസം 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ 11:30 സമയമാകുമ്പോഴേക്കും ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിയുടെ പേര് അത് പിണറായി വിജയൻ എന്നായിരിക്കും. കേരളത്തിൻ്റെ മണലൂരിൽ TN പ്രതാപൻ ഏറ്റവും ബഹുമാനായ MLA ആയി തിരഞ്ഞെടുക്കപ്പെടും. റൈറ്റ്. ശ്രീ ബിന്ദു മഹാദേവൻ, ഇവർ രണ്ടുപേരും തമ്മിലാണ് ഈ സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന് വേണ്ടി ഏറ്റുമുട്ടുന്നത്. അവിടെ ആ നിലയ്ക്കുള്ള ഒരു പ്രചാരണ പരിപാടികളിലേക്കോ സജീവതയിലേക്കോ അതല്ലെങ്കിൽ ഭരണത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലേക്കോ NDA കടന്നോ എന്ന സംശയമാണ് ഇരുവരും തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സീറ്റുകളിൽ ദുർബലരെ കൊണ്ടുവന്ന് നിർത്തി എന്നുള്ള ആരോപണത്തിലൊക്കെ ഒരു പരിധിവരെ കഴമ്പുണ്ടെന്നും പറയുന്നു. എന്താ നിങ്ങളുടെ ഒരു ലക്ഷ്യം? അല്ല, ഈ തെരഞ്ഞെടുപ്പ് BJP യെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത്. ഇടത് വലത് മുന്നണികളുടെ വികസന മുന്നെടുപ്പിനെതിരെ ജനകീയ ബദൽ, ആ ബദലിന് വേണ്ടിയിട്ട് 140 നിയോജക മണ്ഡലങ്ങളിലും വ്യത്യസ്ത സാമൂഹിക സാഹചര്യത്തിലെ വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളെയാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത്. എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മാത്രം വരുന്ന ആളുകൾക്കുള്ളതല്ല. എല്ലാ തരത്തിലും അത് സാംസ്കാരിക മേഖലയിലെ ആളുകൾ, സിനിമാ മേഖലയിലെ ആൾ, അതോടെ മിമിക്രി മേഖലയിലെ ആളുകൾ, അങ്ങനെ സമൂഹത്തിൻ്റെ സകല മേഖലയിലുള്ള ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥി പട്ടികയാണ് BJP നിർത്തിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മണലൂരാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും അധികം വികസന മുരടിപ്പുള്ള ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു നിയമസഭാ മണ്ഡലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണലൂരാണ്. ഒരു സംശയമാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു ഡാക്ടർ സാർ ഈ റോഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ അങ്ങേ അറ്റത്തേക്ക് ഇതുവരെ അറ്റം കാണാൻ സാധിച്ചിട്ടില്ല. പകുതി വരെയാണ് ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയ സമയത്ത് പകുതി വരെയാണ് ടാർ ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് മുന്നണികൾക്കും കൃത്യമായിട്ട് അവസരം നൽകിയിട്ടുള്ള സ്ഥലമാണ് മണലൂർ. ജോഗ്രഫിക്കലായിട്ട് ഈ മണലൂർ നിയോജക മണ്ഡലത്തിലെ ആളുകളെ തന്നെ ഇവിടുത്തെ ഭരണകൂട നേതൃത്വം വഞ്ചിച്ചിട്ടുണ്ട്. അതിന് കാരണം മണലൂരിൻ്റെ ഒരറ്റം അരിമ്പൂരാണെങ്കിൽ മറ്റേ അങ്ങേയറ്റം കിടക്കുന്നത് ചൂണ്ടലാണ്. ജോഗ്രഫിക്കലായി നോക്കുന്ന സമയത്ത് ഇത് ഒരു ഉഗാണ്ടയുടെ ഒരു ഭൂപടത്തിൻ്റെ മോഡലിൽ നിന്നുകൊണ്ട് വികസനം ഒരു സ്ഥലത്തും എത്താത്ത രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് രണ്ടു കൂട്ടരും ചെയ്തിട്ടുള്ളത്. കാരണം എന്താണ്, ഇവർക്ക് സ്വാധീനമുള്ള ചില പഞ്ചായത്തുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് രണ്ടു കൂട്ടരുടെയും ശക്തി കേന്ദ്രമാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വികസനം ഒരിക്കലും എത്താത്ത കേരളത്തിൽ ഇന്നും ഒരു 50 വർഷം പിറകിൽ നിൽക്കുന്ന പഞ്ചായത്തുകളും പ്രദേശങ്ങളും ഉള്ളത് ഇവിടെയാണ്. അടിസ്ഥാന ജനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കത്തിൽ പോകുന്ന ആളുകൾ എവിടുത്തെ ചോദിച്ചു കഴിഞ്ഞാൽ മണലൂർക്കാരാണ്. ടൂറിസത്തിന് അനന്ത സാധ്യതകളുള്ള വാടാനപ്പള്ളി ടൂറിസം ഇപ്പോഴും ഇങ്ങനെ കിടന്നിട്ട് മുട്ടിലഴയുകയാണ്. അതോടൊപ്പം തന്നെ കാർഷിക മേഖല, ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ കാർഷിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൾപ്പാടങ്ങൾ ഉണ്ടായിരുന്ന ഈ മണലൂരിലെ കോൾപ്പാടങ്ങൾ തകർച്ചയുടെ വക്കിലാണ്. അങ്ങനെ സമസ്ത മേഖലയും അടിസ്ഥാനപരമായിട്ടുള്ള റോഡ് വികസനം അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു നിയോജക മണ്ഡലത്തെ രണ്ട് മുന്നണികൾക്ക് എങ്ങനെയാണ് തകർക്കാൻ സാധിക്കുക, അതിൻ്റെ മകുടോദാഹരണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മണലൂരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വികസന മുരടിപ്പിനെതിരെ ഒരു ജനകീയ ബദൽ എന്ന രീതിയിലാണ് BJPയുടെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ഈ നിയോജക മണ്ഡലത്തിനകത്ത് ഏറ്റവും കൂടുതൽ എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്തും കൃത്യമായിട്ടുള്ള വളർച്ചയുള്ള ഒരേ ഒരു പ്രസ്ഥാനം BJP ആണ്. റൈറ്റ്. റോസൽ രാജ്, ഇത് വികസന മുരടിപ്പും പറയാനുണ്ട് എന്നുള്ളത് അത്ഭുതം തോന്നുന്നില്ലേ? കാരണം ഇത്രയും വികസനത്തെക്കുറിച്ചാണ് റോസൽ രാജ് സംസാരിച്ചത്. പക്ഷേ വികസന മുരടിപ്പ് എന്നത് പറയാനും അത് പറഞ്ഞ് വോട്ട് പിടിക്കാനുമുള്ള ഒരു സാധ്യത കൂടി ഇവിടെയുണ്ട്. ഇതിലെന്താ പ്രശ്നം അറിയും? എൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്ന പ്രതിനിധികൾ രാഷ്ട്രീയ അന്ധത ബാധിച്ച ആളുകൾ. രാഷ്ട്രീയ അന്ധത ബാധിച്ചു കഴിഞ്ഞാൽ കണ്ണു തുറന്നു വീഴ്ച
വീക്ഷിക്കുമ്പോൾ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എല്ലാ മനുഷ്യരോടും നമ്മുടെ ജീവിത അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് കണ്ണ് തുറന്ന് വീക്ഷിക്കുന്ന എല്ലാ മനുഷ്യർക്കും കാണാൻ വേണ്ടി പറ്റുന്ന വികസനം ഈ കേരളത്തിൽ ആകമാനം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മണലൂർ മണ്ഡലത്തിൽ യാതൊരു സംശയം വേണ്ട, 1555 കോടി രൂപയുടെ വികസനം നടന്നൊരു മണ്ഡലമാണ് പ്രിയപ്പെട്ടവരെ മണലൂർ നിയമസഭാ മണ്ഡലം. അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ തീരദേശ മേഖലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ തീരദേശ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുക. എത്ര കോടിക്കണക്കിന് രൂപയുടെ പൈസ ഉപയോഗിച്ചിട്ട് തീരദേശ ഹൈവേയുടെ പണി നടക്കുന്നത്. ഇവിടുത്തെ രസകരമായ കാര്യം ഒരു മിനിറ്റ് അത് കഴിഞ്ഞ് ആ തീരദേശ ഹൈവേയുടെ പണി നടക്കുന്നതിന് തടസ്സം നിർത്തുന്ന ഒരു MLA ആയിട്ട് മത്സരിക്കുന്ന ആൾ, MP ആയിരുന്നപ്പോൾ അതിനെതിരെ സമരം നടത്തിയ ആളാണ് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി UDFൻ്റെ പ്രതിനിധിയായി ഇവിടെ മത്സരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വികസന മുരടിപ്പിൻ്റെ ആളുകളാണ്, വക്താക്കളാണ് ഈ നാട്ടിലെ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ ആളുകൾ. ഞാൻ നേരത്തെ ഇവിടെ ശോഭ പറഞ്ഞു ഇവിടെ വികസനം നമ്മുടെ ഈ വികസനം തീരെയില്ല എന്ന് പറഞ്ഞു. ഒരൊറ്റ ഉദാഹരണം പറയാം. BJPയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, അവിടെ സാധാരണക്കാരാകുന്ന മനുഷ്യരുടെ എത്ര വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത് എൻ്റെയും നിങ്ങളുടെ അനുഭവമല്ലേ? ഈ കേരളത്തിൽ എന്താ ചെയ്യുന്നത്? കേരളത്തിൽ ദുരിതപൂർണമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ അവരെ ആ അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റി ഏറ്റവും നല്ല അന്തരീക്ഷത്തിലേക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറ്റുന്നു. 5 ലക്ഷം വീടുകളുടെ താക്കോല് കൈമാറി, പണി കഴിപ്പിച്ച് താക്കോല് കൈമാറിയ ഇടതുപക്ഷമാണ് ഇവിടെ ഭരിക്കുന്നത് എന്നത് ഞങ്ങളുടെ അഭിമാനപുരസ്സരമായ നേട്ടം. UDF എത്രയാ? 4183 വീടാണ്. അത് ഈ VD സതീശൻ, ഞങ്ങളിപ്പോൾ പറയുന്ന നുണേശൻ, നുണ പറയുന്ന ആളുകൾ എന്നതാണ് ഇപ്പോഴും ശോഭ സുബി പറഞ്ഞില്ലേ, എന്തോരം നുണയെ പറഞ്ഞ്. ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ്. നമ്മൾ എത്ര വലിയ മുന്നേറ്റത്തിൽ നിൽക്കുന്ന നമ്മുടെ ആരോഗ്യ മേഖല ഇന്ന് ഈ കേരളത്തിൽ കാത്ത് ലാബുകൾ വഴി സൗജന്യമായി ഹൃദയ ശസ്ത്രക്രിയകൾ രാജ്യത്ത് ചെയ്യുന്ന പൊതു ആരോഗ്യ പരിപാലനം ഈ കേരളത്തിൽ മാത്രമുള്ള പ്രിയപ്പെട്ടവരെ കരൾ മാറ്റി ശസ്ത്രക്രിയ നടത്തുന്ന ഒരു സംസ്ഥാനം ഈ രാജ്യത്ത് കേരളം മാത്രമുള്ള പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ. UDF ഭരിക്കുമ്പോൾ ഒറ്റ കാര്യം പറയാം, നേരത്തെ പറഞ്ഞ ശിശുമരണ നിരക്ക് 12 ആയിരുന്നു, ഇപ്പൊ എത്രയാ? 5-ന് താഴെ. ഈ മാതൃമരണ നിരക്ക് എത്രയായിരുന്നു? 43 ആയിരുന്നു, ഇപ്പൊ 19 ആണ് നിൽക്കുന്നത്. അല്ല ഇതിനകത്ത് ഇങ്ങനെ റോസൽ രാജ് ഇങ്ങനെ പാട് കയറി പറഞ്ഞു പോകുമ്പോൾ ഈ മണലൂരിന്റെ ഒരു വികസനത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ആകെ സൂചിപ്പിച്ചത് പറഞ്ഞു പോട്ടെ. അദ്ദേഹം പറയുമ്പോൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞത് ഈ 6 വരി പാത നാഷണൽ ഹൈവേ അവരുടെ നേട്ടമാണെന്ന് പറയുന്നത്. എൻ്റെ റോസൽ രാജൻ, നിങ്ങൾ നാഷണൽ ഹൈവേ ഇപ്പം നിൽക്കണ്ട, നിങ്ങൾ വാടാനപ്പള്ളി മുതൽ തൃശ്ശൂർ വരെയുള്ള ഒരു പാതയുണ്ട്, സ്റ്റേറ്റ് ഹൈവേ ആണ്. നിങ്ങൾ അതിന്റെ ഒരു വികസനത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കും? എത്ര വർഷമായി? കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കാഞ്ഞാണി റോഡിനെ കുറിച്ച് പറയേ. അങ്ങനെയല്ലേ? കേന്ദ്രത്തിന്റെ നേട്ടം ഏറ്റെടുത്ത് പറഞ്ഞിട്ട് അത് നിങ്ങളുടെ കേരളത്തിൽ മുടങ്ങിക്കിടന്ന പദ്ധതിയാണ് എന്ത്? നാഷണൽ ഹൈവേയുടെയും തീരദേശ ഹൈവേയുടെ പദ്ധതി. എന്തുകൊണ്ട് മുടങ്ങിക്കിടന്നു? സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി പണമില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച് സംസ്ഥാന പാതകളുടെയും നാഷണൽ പാതകളുടെയും ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി പണം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ പേരെന്താ? ഇടതുപക്ഷ ഗവൺമെന്റ്. പക്ഷെ പണമില്ല എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊരു കാര്യം കൃത്യമായിട്ട് അറിയാം. മണലൂർ എന്ന് പറയുന്നത് ഏകദേശം കേരളത്തിൻ്റെ ഒരു കലവറയാണ്. പക്ഷേ ഇവിടെ എടുത്തു പറയാവുന്ന ഒരു പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ മണലൂരിൽ എടുത്തു പറയാവുന്ന ഒരു പേര് പറയാവുന്ന ഒരു 10 പേർക്കെങ്കിലും തൊഴിൽ ലഭിക്കാവുന്ന ഒരു പദ്ധതി 10 വർഷക്കാലമായിട്ട് MLA നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ കൃത്യമായ ഉത്തരം. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാഞ്ഞാടിയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡ് 2 മണിക്കൂർ സമയം സഞ്ചരിച്ചാൽ മാത്രമേ എത്തുകയുള്ളൂ. അതുപോലെ തന്നെ കാഞ്ഞാടിൽ നിന്ന് വാടാനപ്പള്ളിയിലേക്ക് എത്തണമെന്ന് വെച്ചാൽ 1 മണിക്കൂറധികം സമയമെടുക്കേണ്ട ഗതികേട് പലപ്പോഴും ഉണ്ടാകുകയാണ്. MLAയുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി എല്ലാം കണക്കും കാര്യങ്ങളും ഒക്കെ വിശദീകരിച്ച് പറയാൻ കഴിയുന്നവരാണ്, വിവരാവകാശ നിയമപ്രകാരം കിട്ടുന്നവരാണ്. എന്നാൽ ഒരു കാര്യം ഞങ്ങൾക്കിവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റും. TN പ്രതാപൻ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരിലും നാട്ടികയിലും നടത്തിയ കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് എണ്ണി പറയാൻ കഴിയും. TSG ഇൻഡോർ സ്റ്റേഡിയം
തളിക്കുളത്തെ സ്നേഹതീരം, മുസരിസ് പൈതൃക പദ്ധതി, അതുപോലെ തന്നെ നൈലിൻ്റെ പദ്ധതി, ഒട്ടനവധി പദ്ധതികളുമായി കേരളത്തിന് മാതൃകാപരമായ MLA ആയി പ്രവർത്തിച്ച വ്യക്തിയുടെ പേരാണ് TN പ്രതാപൻ. ആ TN പ്രതാപൻ മണലൂരിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ആ TN പ്രതാപൻ കേരളത്തിന് മണലൂരിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാകും, വികസന പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് ഞങ്ങൾ നമ്മൾ ഒതുങ്ങുമ്പോൾ പ്രശ്നം ഇപ്പുറത്ത് ഒരു കാര്യം കൂടി നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞവരോട്, കാൽമുട്ടിന് ശസ്ത്രക്രിയയുമായിട്ടാണ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് സനൂപ് പോകുന്നത്. കൃഷ്ണമണിയാണ് സനൂപിന്റെ നഷ്ടപ്പെട്ടത്. കാൽമുട്ടിന്റെ ശസ്ത്രക്രിയക്ക് പോയ വ്യക്തിയുടെ കൃഷ്ണമണി നഷ്ടപ്പെടുന്ന കാഴ്ച ഉണ്ടാകുന്നു. അതെ, ഈ സനൂപ് പ്രത്യേകിച്ച് എന്റെ നാട്ടുകാരുടെ കൂടി, എന്റെ അയൽവക്കത്ത് താമസിക്കുന്ന ആളാണ്. അതിന് കൃത്യമായിട്ട് പറയാൻ മറുപടി, സനൂപിന്റെ അനുഭവം നോണ പറയരുത്, നോണ പറയരുത്. സനൂപിന്റെ അനുഭവം നമ്മളെ സംബന്ധിച്ച് സനൂപിന്റെ കൃഷ്ണമണി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ കൈ മുറിച്ച് മാറ്റപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിക്ക് മാത്രം ചികിത്സ കിട്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായ പ്രതിഷേധമുണ്ട്. ഇത് ഈ പറഞ്ഞ വലിയ നേട്ടങ്ങൾ പറയുമ്പോൾ ഇത്തരം മെഡിക്കൽ നെഗ്ലിജൻസ് കാണാതെ പോകാൻ നമ്മളെ ഇതിന്റെ വസ്തുത മനസ്സിലാക്കി സംസാരിക്കണം. പൊതുവെ UDF ഒരു പൊതുബോധം നമ്മുടെ നാടിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് അവരുടെ സാമ്പത്തികമായ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിലെ സ്വകാര്യ കുത്തക ആശുപത്രി മാനേജ്മെന്റിനെ സഹായിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഇതിലുള്ളൂ. നിങ്ങൾ ഈ രാജ്യത്ത് ഉള്ള കണക്ക്, ഈ കേരളത്തിലുള്ള കണക്ക് മൊത്തം എടുക്കുക, ഏറ്റവും കൂടുതൽ മെഡിക്കലായിട്ടുള്ള ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത് സ്വകാര്യ മേഖലയില. ഏതാണ്ട് 70-80% എല്ലാം അല്ലെങ്കിൽ 90% സ്വകാര്യ മേഖലയിൽ നടക്കുമ്പോൾ വളരെ ചെറിയ ശതമാനം പ്രശ്നങ്ങളെ നമ്മുടെ പൊതു ആരോഗ്യ മേഖലയ്ക്കകത്ത് ഉണ്ടാകുന്നുള്ളൂ. ഈ പറഞ്ഞ അനുഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇപ്പോഴും ഇവിടേക്ക് വിരലുണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇവർ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ കുറിച്ച് പറയുന്നുണ്ടോ? യോഗി ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ്. യോഗി ആദിത്യനാഥിനോട് കഫീൽ ഖാൻ എന്ന് പറഞ്ഞൊരു ഡോക്ടർ പറയുകയാണ്, ഇവിടെ പ്രശ്നങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഓക്സിജൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ യോഗി കഫീൽ ഖാനെ ഭീഷണിപ്പെടുത്തിയതുപോലെയാണ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഹാരിസ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടിനെ ഭീഷണിപ്പെടുത്തിയത്. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് ഒരു കാര്യം കൂടി പറയുന്നത്, ഇപ്പോ രാജ് പറഞ്ഞു ഞങ്ങൾക്ക് വലിയ സ്നേഹമാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലോട്. നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ MP-യുടെ ഇപ്പോൾ സുരേഷ് ഗോപി MP-യുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ വരുന്നത്. സുരേഷ് ഗോപി MP എന്ത് ചെയ്തു, എന്താണ് ചെയ്യുന്നത്, ഇവർ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പറയട്ടെ, ഇവിടെ തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് തൃശ്ശൂരിലെ നമ്മളറിയാം റൗണ്ടിനോട് ചേർന്നിട്ടുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അതിനുവേണ്ടി 36 ലക്ഷം രൂപയാണ് ലാബിന് അനുവദിച്ചത്. വൻകിട കുത്തക ലാബ് മുതലാളിമാർക്ക് വേണ്ടിയിട്ട് ഇന്നേ വരെ ആ ലാബുമായി ബന്ധപ്പെട്ട് ഒരു പണിയോ ഒരു വർക്കോ ഏറ്റെടുക്കാൻ കോർപ്പറേഷനോ ഇവിടുത്തെ ഭരണകൂടം തയ്യാറായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ആ ഫണ്ട് ലാപ്സ് ആക്കുന്ന വക്കിൽ BJP-യുടെ നേതൃത്വം ശക്തമായിട്ട് ആരോപണമല്ല. നിങ്ങൾ നോക്കൂ, MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച പണം ലാബിന്റെ പണം പോലും ഉപയോഗിക്കാത്തവരാണ്. എന്തിന്റെ ലാബാണ് പറയും? അത്യാധുനിക നിലവാരമുള്ള ലാബ്. എന്താ ഇതിന്റെ ആവശ്യം? ലാബാണോ മറ്റു ലാബുകളാണോ? സൗകര്യമുള്ള ഒരു മനുഷ്യന്റെ എക്സ്റേ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ള അത്യാധുനിക ലാബ് ലാബ് ഏതാന്ന് പറയാൻ പറഞ്ഞു. അത് അങ്ങനെ ഒരു ലാബ് സുരേഷ് ഗോപി സുരേഷ് ഗോപി MP-യുടെ ഫണ്ടിൽ MP ഫണ്ടിൽ അനുവദിച്ച ലാബിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കാത്ത് ലാബ് ഉണ്ട്. ഏതാണ്ട് 1000കണക്കിന് വരുന്ന ആളുകൾക്ക് വളരെ തുച്ഛമായ ഇതിൽ ഹൃദയ ശസ്ത്രക്രിയ. അവിടെ നല്ല ബ്ലഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഗവേഷണവും ഒക്കെ നടത്താൻ വേണ്ടി പറ്റുന്ന ലാബ് അവിടെ ഉണ്ട്. ഈ പറഞ്ഞ എക്സ്റേ യൂണിറ്റ് ഒക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അവിടെ വന്നത്. പരിഹരിക്കാൻ പോലും പറ്റാത്ത ഒരു മന്ത്രിയാണ് സുരേഷ് ഗോപി. അത് തന്നെയാണ് പറയുന്നത്. സ്വന്തം മന്ത്രാലയമായ LPGയുടെ പ്രശ്നം പോലും സുരേഷ് ഗോപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ ഞങ്ങളെ സന്തോഷം എന്ന രീതിയിൽ ഒരു രൂപ വികസന പ്രവർത്തനം ചെയ്യാത്ത ഏറ്റവും പ്രതാപം
പ്രധാനപ്പെട്ട വികസന മുരടിപ്പും പ്രധാനപ്പെട്ട വികസന മുരടിപ്പാണ് കാരണമെന്ന്. അതുകൊണ്ട് ഒരു MLA-ക്ക് ഒരു വർഷം 6 കോടി രൂപ കിട്ടുമ്പോൾ ഒരു MP-ക്ക് കിട്ടുന്നത് 5 കോടി രൂപയാണ്. ഒരു MP-ക്ക് കിട്ടുന്നത് 7 നിയമസഭാ മണ്ഡലങ്ങൾ MP-ക്ക് കിട്ടുന്നത്. അതിൽ 2020-21 കാലഘട്ടത്തിൽ കൊറോണ കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ മുഴുവൻ ആളുകളുടെ ഫണ്ട് പിടിച്ചു വെച്ച സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 7 പ്രാവശ്യമാണ് നരേന്ദ്രമോദിക്കെതിരെ പ്രവർത്തിച്ചതിന് പാർലമെന്റിൽ പുറത്താക്കപ്പെട്ട സസ്പെൻഡ് ചെയ്യപ്പെട്ട MP-യുടെ പേരാണ് പല എംപിമാരും നിങ്ങൾ മനസ്സിലാക്കണം. പല എംപിമാരും പാർലമെന്റിൽ പോകും, പാർലമെന്റിൽ പോയി ചോദ്യം ചോദിക്കും. ഇന്നേ വരെ പാർലമെന്റ് ചരിത്രത്തിൽ ഒരു ചോദ്യം പോലും ചോദിക്കാത്ത ഒരേ ഒരു MP ആരെന്ന ചോദ്യത്തിന് അതിന്റെ പേര് അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഉണ്ടായിട്ടുള്ള ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ട്. അത് എവിടെ അറിയോ? നിങ്ങൾ പാർലമെന്റ് മണ്ഡലത്തെ ക്യാൻറ്റീനിൽ മട്ടക്കറി കഴിക്കാൻ പാർലമെന്റിൽ ചർച്ച നടക്കും, മട്ടക്കറി കഴിക്കാൻ പോവാ. ഞാൻ പാർലമെന്റ് രേഖയിലെ ചരിത്രമാണ് പറയുന്നത്. നമ്മള് വികസനം, എന്റെ അഭിപ്രായം ശോഭ പറഞ്ഞത് വികസനമാണ് ചർച്ച ചെയ്യേണ്ടത്, വ്യക്തിപരമായ ആക്ഷേപങ്ങളല്ല. ഇതിനകത്ത് വേറൊരു കൗതുകം കൂടിയുണ്ട് കേട്ടോ. സാധാരണ ഇതുവരെ ചർച്ച ചെയ്ത് പോയെടുത്ത് അല്ലേ ഈ മണലൂരിൽ തിരക്കേടില്ലാതെ കൊള്ളാവുന്ന ഒരു ചർച്ച നടക്കുന്നു എന്ന് തോന്നാൻ കാരണം ഈ വികസന പ്രശ്നങ്ങളും മറ്റ് ഇത്തരം വിഷയങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. ബാക്കി എല്ലായിടത്തും ഇങ്ങനെ കടന്നു വന്നപ്പോൾ വിശ്വാസവും മറ്റു പല വിഷയങ്ങളുമായിരുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യരെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു എന്ന് നമുക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ചർച്ച നന്നായി തന്നെയാണ്. ഇവിടെ കൊറോണ വന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മരുന്നുകൾ ജനങ്ങളിലേക്ക് കൊടുത്ത വ്യക്തിയാണ്. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനോപകാരപ്രദമായ ഈ TN പ്രതാപനെ സംബന്ധിച്ചും സുരേഷ് ഗോപിനെ സംബന്ധിച്ചും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നല്ല അഭിപ്രായമുണ്ട്. സുരേഷ് ഗോപി ഇപ്പോ നിലവിലെ MP ആയിരുന്നിട്ട് എത്ര രൂപ ഏത് പദ്ധതി ഇവിടെ നടപ്പിലാക്കി പറയാൻ വേണ്ടി പറ്റും? TN പ്രതാപന്റെ കാര്യം ശോഭാ സുബിൻ തന്നെ സാക്ഷ്യപ്പെടുത്തി. ഞങ്ങൾ പറഞ്ഞത് ആകെ 3 കോടി രൂപയുടെ വികസനം നടത്തിയെന്ന് പറഞ്ഞു. അതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. എവിടെയാ 3 കോടി രൂപയുടെ വികസനം? 1 രൂപയുടെ വികസനം ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റില്ല. 25 കോടിയുടെ വികസനം 5 കോടി കൂട്ടുക, 5 വർഷത്തിൽ 25 കോടി എന്നിട്ട് 3 കോടി ചെലവഴിച്ചത് ബാക്കി 22 കോടി രൂപ നടന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞ വ്യക്തമാണ് 22 കോടി രൂപ നമുക്ക് മണലൂരിനപ്പുറത്തേക്ക് പോകണല്ലോ. ഈ ജില്ലയിലേക്ക് കൂടി നമുക്ക് കടന്നു പോകണം. മണലൂരിനപ്പുറത്തേക്ക് ജില്ലയിലെ പൊതുസ്ഥിതി കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ജില്ലയിലെ പൊതുസ്ഥിതിയിൽ UDF ശക്തമായ തിരിച്ചുവരവ് നടത്തും. ശക്തമായ തിരിച്ചുവരവ്. ഇത്തരത്തിൽ സംസാരിക്കണമോ വേണ്ടയോ എന്നുള്ളത് ആത്മവിശ്വാസത്തോടെയാണ് നിൽക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നു. കോർപ്പറേഷൻ ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയമായി എല്ലാ മണ്ഡലത്തിനകത്തും വോട്ടിന്റെ കണക്കെടുക്ക്. ആർക്ക മേൽക്കൈ? ഇടതുപക്ഷത്തിന് മേൽക്കൈ. പല പഞ്ചായത്തുകളൊക്കെ ജയിച്ചിട്ടുണ്ടാവും, 10 വോട്ടിന് പല സ്ഥലങ്ങളിലൊക്കെ ജയിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഇവിടെ ഇപ്പോഴും തൃശ്ശൂര് ഇടതിന്റെ മണ്ണാണ്. ഇവിടത്തെ മനുഷ്യർ NDAക്ക് തിരിച്ചടിയായിരുന്നു. അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോ NDAക്ക് തിരിച്ചടിയായിരുന്നു. അത് സമ്മതിക്കണം. അങ്ങനെ തിരിച്ചടി എന്ന് പറയാൻ തദ്ദേശത്തിൽ അങ്ങനെ തിരിച്ചടി എന്ന് പറയാൻ ജില്ലാ പഞ്ചായത്തിൽ ജയിക്കാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, അങ്ങനെ പറയരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി വരുന്ന ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവർ പറയുന്നത് നിങ്ങളൊരു പഞ്ചായത്ത് പോലും ഭരിക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ തൃശ്ശൂരിൽ പാർലമെന്റ് സീറ്റ് പിടിക്കുക? ഞങ്ങൾ പറയട്ടെ, ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലത്തിൽ 6 നിയോജക മണ്ഡലത്തിലും സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ ലീഡ് ചെയ്ത് ഞങ്ങളാണ്. ഈ മണലൂർ ഇടതുപക്ഷത്തിന്റെ കോട്ടക്കൊത്തളമായ മണലൂരിൽ BJPയുടെ സുരേഷ് ഗോപിക്ക് 61,000 വോട്ടാണ്. ഒരു സംശയം വേണ്ട, 61,000 വോട്ടാണ്. നിങ്ങൾ രണ്ട് മുന്നണികളും ഞങ്ങളുടെ വളർച്ച തടയാൻ വേണ്ടി ഇന്ത്യ സഖ്യം ഏറ്റവും കൂടുതൽ ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു ജില്ല തൃശ്ശൂരാണ്. എങ്കിലും നിങ്ങൾ ഞങ്ങളെ 38,000 വോട്ടും 40,000 വോട്ട് ഞങ്ങൾക്ക് എല്ലാ നാട്ടികയായിക്കോട്ടെ ഈ മണലൂരായി കോൺഗ്രസിന്റെ വോട്ട് ചോർത്തിയെടുത്താണോ? അല്ലല്ല, ആര് പറഞ്ഞു കോൺഗ്രസിന്റെ വോട്ട്? ഞാൻ അങ്ങനെയല്ല. ഇവിടെ തൃശ്ശൂരിൽ BJP ജയിക്കാനുള്ള കാര്യം പറഞ്ഞത് ഇവിടെ തോറ്റ MLA സുനിൽകുമാർ പറഞ്ഞത് CPM-ഉം BJP-യും ഇടതുപക്ഷത്തിന്റെ
ഏറ്റവും ഊര് ഉരുക്ക് നാടാ, കോട്ടയുള്ള ചില ഞങ്ങളാ. പഞ്ചായത്തുകളുണ്ട്, പ്രത്യേകിച്ച് അന്തിക്കാട് പഞ്ചായത്ത്. അവിടെ ഈ പറഞ്ഞ കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രവർത്തനവും ഇല്ല, ആളുകളും മനുഷ്യരില്ല. അവിടെ പോലും സുരേഷ് ഗോപിയാണ് വൻ വിജയത്തിന്. അല്ല, ഇപ്പോഴല്ല ഞാൻ പറയുന്നത്, സുരേഷ് ഗോപി താങ്ങും Right, പഞ്ചായത്ത്. right. നമുക്ക് പ്രേക്ഷകരുടെ ചോദ്യങ്ങളിലേക്ക് പോകണം. എവിടെയാണ് മൈക്ക്? എവിടെയാ? ഇവിടുന്ന് ആർക്കാണ്? അതെ, ഇവിടെ ചോദ്യം ഒത്തിരി പ്രസംഗിക്കരുത്, ചോദിച്ചോണം. ചോദ്യം ആദ്യം തന്നെ പ്രിന്റിനോടാണ്. പ്രിന്റ് പറഞ്ഞു ഈ റോട്ടില് ഞാൻ പോയി നോക്കിന്ന്. എവിടെ വരെ പോയി? നോള മാത്രമാണ് നിങ്ങൾ പറയണത്. അതുകൊണ്ട് നോള പറയാണ്ട് പറഞ്ഞു. ഇപ്പോഴും ആ റോഡിന് ഇത് എവിടെ വരെ പോയി? ഡാറിംഗ് പൂർണ്ണമാണോ? എന്റെ സുഹൃത്ത്, പൂർണ്ണമാണോ? ഒരു പഞ്ചായത്ത് റോഡ് BMBC നിലവാരത്തിൽ പണിത റോഡാണ് കാണുന്നത്. 2 കിലോമീറ്റർ BMBC റോഡ്, പഞ്ചായത്ത് റോഡാണ് അത്. പഞ്ചായത്ത് റോഡ്. ഞങ്ങളുടെ ഏ ചെയ്ത പണിതാണ്. അല്ല, പഞ്ചായത്ത് റോഡായിക്കോട്ടെ, നിങ്ങൾ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് ഇനി എംപിക്ക് 1,86,000 കിലോമീറ്റർ ഇത് പഞ്ചായത്ത് സംസ്ഥാന ബഡ്ജറ്റ്. ഒരു കാര്യം കൂടിയുണ്ട്. ഇവര് ജയിച്ചു പോയ സുരേഷ് ഗോപി PMGSY ഒരു പദ്ധതി ഉണ്ടല്ലോ, അതിന്റെ ചുമതല ആർക്കാ? എംപിക്കല്ല. നടപ്പിലാക്കേണ്ട MP. അതിന് തടസ്സം ഞങ്ങളുടെ കൈപ്പള്ളി ആറാകല്ല് റോഡ്. എന്റെ സുഹൃത്തെ, അവിടെ പോയി നോക്കണം. തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാൻ നിങ്ങളെ വെറും നുണ മാത്രം. അതല്ല, ഇതില് തടസ്സങ്ങൾ വന്നു. കരാറുകാരൻ MP എന്ന നിലയ്ക്ക് അന്ന് ജയിച്ചു പോയതാണ് ഈ സുരേഷ് ഗോപി. ഇവിടെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു, ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ അദ്ദേഹം പറയുന്നത് ബ്ലണ്ടറാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഏത് MP എന്ത് ഫണ്ട് അനുവദിച്ചാലും അത് നടപ്പിലാക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. നിങ്ങൾ ഭരിക്കുന്നതല്ല ഈ പഞ്ചായത്ത് ഭരണ ആരാ? CPM. ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ആരാ? CPM. MLA ആരാ? നിങ്ങളുടെ MLA. ഈ കേരളത്തില് കോൺഗ്രസിന്റെയും LDFന്റെയും ജനപ്രതിനിധികൾ മാറ്റിവെച്ച് BJPയുടെ സുരേഷ് ഗോപിക്കുള്ള പ്രത്യേകത എന്താ പറയും? ഈ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തം പറഞ്ഞാൽ നടക്കാത്ത പദ്ധതികൾ വരുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് യോഗം ചേർന്ന് അതിന്റെ വിലയിരുത്തൽ നടത്തും. ഇത്ര കാലമായി ഒരു യോഗം ഈ തൃശ്ശൂരിലെ വികസന പ്രവർത്തനങ്ങളുമായി ഉദ്യോഗസ്ഥരുടെ ഏതെങ്കിലും യോഗത്തിൽ നിങ്ങളുടെ സുരേഷ് ഗോപി ആ ചിറ്റ് ഗോപി പങ്കെടുത്തുണ്ടോ എന്ന് അന്വേഷിക്കാതെ പോയിട്ട് ഒരു യോഗത്തിലും പങ്കെടുത്തിട്ടില്ല. അത് റോസൽ രാജ് പറയാണ്, ഇവർക്ക് സുരേഷ് ഗോപി എന്ത് ചെയ്ത് നോക്കി നടക്കാൻ. ഞാനിത് നിങ്ങൾക്ക് പ്രതാപനെ പോലെ ഒരു പണിയുമില്ലാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു സുരേഷ് ഗോപിയെ തോൽപ്പിച്ചാണ് പേരാ TM പ്രതാപൻ. സുരേഷ് ഗോപിയെ ഈ പാർലമെന്റിൽ തോൽപ്പിച്ചാണ് പേരാ TM പ്രതാപൻ. അത് മറന്നു പോകണ്ട. സുരേഷ് ഗോപി അതാണ് പഴയ ചരിത്രം. സുരേഷ് ഗോപിയെ തോൽപ്പിച്ചാണ് പേരാ TM പ്രതാപൻ. കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു മാസത്തിൽ 20 ദിവസത്തോളം അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിൽക്കേണ്ടതുണ്ട് സ്വാഭാവികമായിട്ട്. പിന്നെ ഓഫീസിൽ തന്നെയാണ് അദ്ദേഹം 5 ദിവസമാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുള്ള 5 ദിവസം അദ്ദേഹം ഉണ്ടാവുന്നുണ്ട്. സുരേഷ് ഗോപി മാത്രമാണ് കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരായിട്ടുള്ളത്. എത്രയോ കോൺഗ്രസിന്റെ പ്രതിനിധികളായിട്ടുണ്ട്. സുരേഷ് ഗോപി സുരേഷ് ഗോപി ആദ്യം പറഞ്ഞു എനിക്ക് അടുത്ത ജന്മം ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം പറഞ്ഞു എനിക്ക് അടുത്ത ജന്മം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായിട്ട് മരിക്കണം. ഇതിൽ എന്ത് മൂല്യം എന്താ മൂല്യം? ജനപ്രതിനിധിയാണോ അങ്ങനെ പറയേണ്ടത്? പിന്നെ എനിക്ക് രണ്ടാമത്തെ ചോദ്യമാണ്. 12 വർഷമായിട്ട് ദുരിതങ്ങൾ അനുഭവിച്ച റോഡാണ് ഇപ്പൊ നന്നാക്കിയത്. ആ കുപ്പിക്കഴുത്ത് ഏനമാവ് കുപ്പിക്കഴുത്ത് 10 കൊല്ലം മുമ്പ് ഞാൻ ഫേസ്ബുക്കിലിട്ട് ഒരു പോസ്റ്റ് നടന്നു, ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിലുണ്ട്. ആ കുപ്പിക്കഴുത്തുണ്ടല്ലോ, ആ വീട് അങ്ങോട്ട് മാറ്റി എന്നിട്ട് അവര് മതില് കുപ്പിക്കഴുത്താക്കിയല്ല, കുപ്പിക്കഴുത്തുണ്ടല്ലോ അവര് വീടാണെന്ന് പറഞ്ഞിട്ട് ആദ്യം പൊളിച്ചില്ല. ഇപ്പൊ അവര് വീട് മാറ്റിയിട്ട് അവര് മതിലിന്റെ ഇടയിൽ കൂടിയാണ് പോണത്. ഗുരുവായൂർ പോകുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പോയി കാണാം. പിന്നെ കാഞ്ഞാണി ആ ഇടുക്ക് അതൊക്കെ ഒന്ന് 10 വർഷമായിട്ട് വികസിപ്പിക്കാതെ. സുരേഷ് ഗോപി ഇപ്പോഴും ഒരു ബ്രാഹ്മണിക്കൽ കൾച്ചർ കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്.
സുരേഷ് ഗോപിക്ക് സാധാരണക്കാരെ കാണുമ്പോൾ അടിയാനും പ്രഭുവും തമ്മിലുള്ള വ്യത്യാസമായിട്ടാണ് സുരേഷ് ഗോപി കാണുന്നത്. ഈ ഇരിക്കണമെങ്കിൽ സുരേഷ് ഗോപിക്ക് കസവ് വേഷ്ടി വിരിച്ചു കൊടുക്കണം. മൂപ്പർ ചെന്ന് ഇരിക്കുന്ന സ്ഥലം പോലും മോശകരമായ കാര്യങ്ങളിലേക്ക് ജനങ്ങളുമായിട്ട് ചരിത്രത്തിൽ തന്നെ ഒരു MP കേന്ദ്രമന്ത്രി നേരിട്ട് സർവ്വസാധാരണക്കാരെ ആളുകൾക്കിടയിൽ വന്നിരുന്ന് കലിങ്ക് ചർച്ച നടത്തിയ ആളെ കുറിച്ചാ പറയുന്നത്. ബ്രാഹ്മണിക്കൽ ഹെജ്മണിയുള്ള ആളാണ്. അങ്ങനെയുള്ള ആളുകൾ സർവ്വസാധാരണക്കാരെ ഒരാളടുത്ത് വന്നിരുന്ന് കലിങ്ക് സമ്മേളനം നടത്തുന്ന ഒരു കേന്ദ്രമന്ത്രിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവനെ ചവിട്ടി പുറത്താക്കും. ഒരിക്കലുമില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ വീട് കൊടുത്താണല്ലേ? എന്താ ചേട്ടന്റെ പേര്? വേലായുധൻ ചേട്ടൻ. നോക്കണം, വേലായുധൻ ചേട്ടന്റെ വിഷയം എന്ന് പറയാൻ എന്നോട് അനുവദിക്കണം. വേലായുധൻ ചേട്ടന്റെ ഭരിക്കുന്ന പഞ്ചായത്ത് കഴിഞ്ഞ തുടർച്ചയായിട്ട് 20 വർഷമായി ഭരിക്കുന്നത് CPM. വേലായുധൻ ചേട്ടന്റെ ബ്ലോക്ക് പഞ്ചായത്തും CPM. വേലായുധൻ ചേട്ടന്റെ MLA CPM. എന്നിട്ട് അയാൾക്ക് വീട് കൊടുക്കണം സുരേഷ് ഗോപി. അദ്ദേഹം പറയുന്നത് എന്താ? ഓടിക്കല്ലേ? അദ്ദേഹം പറയുന്നതാണ് ഇത് ചെയ്യേണ്ടത് നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറാണ്, ഇത് ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അത് മേടിച്ചു വെച്ചിട്ട് ഈ പാവപ്പെട്ടവരെ പറ്റിക്കേണ്ട കാര്യമുണ്ടോ? സുരേഷ് ഗോപി, ഇത് വിവാദമാവുന്ന എങ്ങനെ പറയൂ? ഈ കലുങ്ക് സംവാദം പറയല്ലോ ജനങ്ങളായിട്ട്. ഈ കൊച്ചുവേലായുധേട്ടൻ അദ്ദേഹത്തിനോട് വീടുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയായിട്ട് പോകും. ആ പരാതിയായി പോകുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഇതുപോലെയുള്ള ഒരു ആൾക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് കളിയാക്കി വിടാം. അങ്ങനെയാണ് ഈ കേരളക്കാരെ ചർച്ച ചെയ്തത്. തീരുമാനിച്ചത് ഇത് എന്റെ വകുപ്പിലുള്ളതല്ല, ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. പ്രതിസന്ധി കാരണം ഏത് വീട്ടിലാണ്? ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, ഈ പ്രതിസന്ധി ഉണ്ടാക്കിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നല്ലോ. ആഗോളതലത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ചില കരുതലുകൾ ഉണ്ടാവും. പ്രധാനമന്ത്രിക്കെതിരെ ഇവർക്ക് ആരോപണമുണ്ട് കേട്ടോ. സുരേഷ് ഗോപി ഈ രാജ്യത്ത് നരേന്ദ്രമോദിയും RSSും അമിത്ഷായും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഹിന്ദുത്വ ബ്രാഹ്മണിക്കൽ വ്യവസ്ഥയുടെ ഏറ്റവും ഞങ്ങളിപ്പോ BJP 140 സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ആളുകളെ മത്സരിപ്പിക്കുന്നു. അതിനകത്ത് 76 പേര് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ശോഭാ സുബിനെ പിന്നെ പാർട്ടിയില് 140 സ്ഥലങ്ങളിൽ നിങ്ങൾ 20-ൽ കൂടുതൽ പിന്നോക്കക്കാരുണ്ടോ? മണലൂരടക്കം ഏറ്റവും കൂടുതൽ ഉള്ള വിഭാഗം ഈഴ വിഭാഗമാണ്. ഒരു മുസ്ലിം ഉണ്ടോ എന്നുള്ള ചോദ്യം അല്ല, ഞാൻ ചോദിക്കട്ടെ. മുസ്ലിം ഞാൻ പറയാം, ഞങ്ങളെ പറയട്ടെ ഞാൻ വ്യക്തമായ മറുപടി ഞാൻ പറയാം. ഞങ്ങൾ പറയട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന ചങ്ങാതിയാണെന്ന് പറയില്ലേ? പിന്നിച്ചേട്ടൻ പറയുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പൊളിറ്റിക്കൽ മാസ്. വീണ്ടും പൊളിറ്റിക്കൽ മാസിന്റെ തൃശൂർ മണലൂരിലെ സംവാദ വേദിയിലേക്ക് സ്വാഗതം. നമ്മൾ പ്രേക്ഷകരുടെ ചോദ്യങ്ങളിലേക്ക് തന്നെയാണ് നേരിട്ട് പോകുന്നത്. പ്രേക്ഷകരുടെ ചോദ്യം, അടുത്ത ചോദ്യം ആരാണ്? നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ആരോടാ ചോദിക്കുന്നത്? ഈ കോൺഗ്രസിന്റെയും BJPയുടെ നേതാക്കളോടാണ്. കാരണം നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ഈ കേരളത്തിനകത്ത് വന്ന് വലിയ വീരവാദം പുലർത്തുന്നുണ്ട്. അവരോട് എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, നിങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മോഡൽ ഭരണം ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കും. കേരള മോഡൽ ഭരണം ഈ രാജ്യത്തെ ഏത് സംസ്ഥാനത്തിന് വേണ്ടി മാതൃകയാക്കാം, ഏത് സംസ്ഥാനത്തിനല്ല ലോകത്തിന് മാതൃകയാക്കാം. നിങ്ങളുടെ UP നിങ്ങളുടെ കർണാടക ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ ഈ മോഡൽ കേരളത്തിലെ നോയിഡയിൽ വിമാനത്താവളം പോയി കാണ്.
മനുഷ്യരെ കൊല്ലുന്ന നിങ്ങൾക്ക് എന്താണ് ഈ സംസാരിക്കുന്നത്? ഹൈവേകളിൽ വിമാനം ഇറങ്ങുന്ന സുഹൃത്തേ. തുടക്കത്തിലെ സൗമ്യ ഭാവം കണ്ടപ്പോ ഇത്ര തീപ്പൊരിയാണെന്ന് ഞാൻ കരുതിയില്ല. അതെ, അതെ, അതെ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഒരു ഞാൻ മറുപടി പറഞ്ഞു. വേണം. പ്രിന്റ് മറുപടി പറഞ്ഞു. ഞാൻ ഇതിന്റെ പറഞ്ഞു. ഇടയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ മറുപടി പറഞ്ഞു. ഗുജറാത്ത് ഭയങ്കര മോഡലാ. ഗുജറാത്ത് ഭയങ്കര മോഡലാ. ഞാൻ പറഞ്ഞുതരാം. അതെ, ഹരിയാന, ഗുജറാത്ത്, UP ഒക്കെ ഉണ്ട്. എങ്ങനെയാ എതിർക്കുന്നത്? ഗുജറാത്ത്, UP, ഹരിയാന BJP ഭരിക്കുന്ന സ്റ്റേറ്റുകൾ. ഞാൻ ഇവിടുത്തെ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ഗുരുവായൂരിൽ ഗുജറാത്തിൽ ശിശുമരണ നിരക്ക് എത്രയാ അറിയോ പ്രിന്റുവിന്? 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 30 പേര് മരിക്കും. ഇവിടെ 5 ഉള്ളോ. ഗുജറാത്തിൽ വർഗീയ കലാപം നടക്കുമ്പോഴേ ഈ കൊച്ചു കേരളത്തിലെ ഒരു വർഗീയ കലാപം പോലും കാണാൻ വേണ്ടി പറ്റില്ല. ഗുജറാത്ത് കലാപത്തിന് ശേഷം ഈ ഗുജറാത്തിൽ ഏതെങ്കിലും പ്രദേശത്ത് അതൊരു ചെറിയ കലാപമായിരുന്നു അത്. അല്ല, അതിനുശേഷം അങ്ങനല്ലേ ഞങ്ങൾ വന്നതിന് ശേഷം കോൺഗ്രസ് ഭരിച്ചപ്പോഴും BJP ഭരിച്ച ഒരുപാട് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. BJP ഭരിച്ചതിന് ശേഷം കലാപം നടന്നതിന് ശേഷം പിന്നീട് ചോദിച്ചത് അതിന് രാഹുൽ ഗാന്ധി പറഞ്ഞത് വീരവാദം എന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ അത് അഭിമാനത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് 5 ഇന ഗ്യാരണ്ടികളാണ്. KSRTC വനിതകൾക്ക് സൗജന്യമായി സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കും. 2000 ഞാൻ പറഞ്ഞോട്ടെ, പറഞ്ഞിട്ട് പറഞ്ഞോ. 2000 എന്നുള്ളത് 3000 രൂപ ക്ഷേമ പെൻഷനാക്കി ഉയർത്തും. 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകും. 1000 രൂപ പ്രതിമാസം ചോദിക്കുകയും പറയുകയും ചെയ്യും. 5 ഗ്യാരണ്ടികൾ ഞങ്ങൾ പറഞ്ഞത് ഇതുപോലെ തന്നെ മുൻപ് പറഞ്ഞ കർണാടകയിലും തെലങ്കാനയിലും നടപ്പിലാക്കിയ എക്സ്പീരിയൻസ് കൊണ്ട് അതും തെരഞ്ഞെടുക്കപ്പെട്ട് 3 മാസങ്ങൾക്കുള്ളിൽ ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെ 4 മാസമായിട്ട് പെൻഷൻ കുടിശ്ശിക്കുക. വളരെ തുച്ഛമായ പൈസയുള്ളൂ. ഇനി ഞാൻ ഇവര് പറയുന്ന 5 പദ്ധതികളുണ്ടല്ലോ, ഇവിടെ പെൻഷൻ 3000 ആക്കുന്നു പറഞ്ഞു. 100 രൂപ വർദ്ധിപ്പിച്ച ആളുകളാണ് ഇത്ര കാലം ഭരിച്ചിട്ട്. ആകെ 100 രൂപ വർദ്ധിപ്പിച്ചു. അതിൽ 18 മാസം കുടിശ്ശിക. ആ 18 മാസത്തെ രജിസ്ട്രേഷൻ ഫീസ് കുത്തനെ കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, ഭൂനികുതി കൂട്ടി, വെള്ളക്കരം കൂട്ടി, വൈദ്യുതി കൂട്ടി, ബസ് ചാർജ് കൂട്ടി. സംസ്ഥാനങ്ങളെക്കാളും എത്രയോ കൊടുത്ത ഗ്യാരണ്ടികൾ ഭരണത്തിൽ വന്ന് 3 മാസങ്ങൾക്കുള്ളിൽ എനിക്ക് LDF പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സതീശനോട് VD സതീശനോട് സംവാദത്തിന് വെല്ലുവിളിച്ചപ്പോ സതീശൻ നേരിട്ട് സംവാദത്തിന് തയ്യാറായി. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇന്ന് പിന്നോട്ട് പോയി? കാരണം ഫേസ്ബുക്കിൽ സമ്മതിക്കുന്നതിന്റെ കാരണം എന്താണ്? ആരെങ്കിലും ചോദിച്ചാൽ കടക്ക് പുറത്ത് വീട്ടിൽ പോയി ചോദിക്കും. അതുപോലെ പറയേണ്ടി വരുന്നുള്ള പേടിയോണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ ഇടപെടാതിരുന്നത്? ഇന്റർവ്യൂ ഈ നാട്ടിലെ എല്ലാ മാധ്യമങ്ങൾക്കും ഓരോ മണിക്കൂർ വീതം ഇതുപോലെ ഇന്റർവ്യൂ തോന്നിയ ദിവസം കാണിക്കും. ഞാൻ പറയട്ടെ, 23 ഇന്റർവ്യൂ സമയമെടുത്ത് എല്ലാ ആളുകളെ സംബന്ധിച്ച് ഇന്ന് വരെ പിണറായി സഖാവ് ഏതെങ്കിലും ഒരു വാർത്ത ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറയാണ്ട് പോയിട്ടില്ല. സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. ഏത് ഞാൻ ഒരു കാര്യം പറയണോക്കോ പറയട്ടെ ഏത് അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ DCC പ്രസിഡന്റ്, ഇടുക്കിയിലെ DCC പ്രസിഡന്റ് ഓരോ ഭിന്നശേഷിയുള്ള ഒരാളെ തല്ലിയത് കണ്ടില്ല നിങ്ങള്? പിന്നെ ഇതേ നോക്കൂ സുഹൃത്തെ, ഇതിന് മറുപടി ഉണ്ടോ? ഇതിന് ഒരു മറുപടി ഉണ്ടോ? മുഖ്യമന്ത്രിയോട് ഞങ്ങളല്ല പറഞ്ഞത്, ACM ഇത് മോശമായി പോയി, സംസാരിക്കാതെ പോകുന്നത് ശരിയല്ല. എനിക്ക് മറുപടി നോക്കൂ. 1 മണിക്കൂർ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടക്കല്ലേ?
എത്ര പേര് ചോദ്യങ്ങൾ ചോദിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് 1 മണിക്കൂർ പൂർത്തിയാകുന്നു. ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ നേതാവ് തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ 1 മണിക്കൂർ സമയം തന്ന് ചോദ്യം ചോദിക്കുക. അത് കഴിഞ്ഞ് സീനുണ്ടാക്കി. ആരാ സീനുണ്ടാക്കിയത്? ഒരു മാധ്യമ പ്രവർത്തകൻ. ഈ മാധ്യമ പ്രവർത്തകർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇങ്ങനെ കൈ ചൂണ്ടി ഇത്രത്തോളം ആഭാസ്യമായ തരത്തിൽ ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് കാണിക്കില്ലേ? ഇതേ സീൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ഞാൻ പറഞ്ഞേക്കൂ, ഇവർക്ക് നോക്കൂ സുഹൃത്തെ ദേശീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചിത്രം വ്യക്തമാണ്. മുഖ്യമന്ത്രി സംവാദത്തിന് വിളിച്ചു. വി.ഡി. സതീശൻ സമയം മുഖ്യമന്ത്രിയുടെ ഒരു അവസരം തായോ സുഹൃത്തെ, ഒരു അവസരം തായോ. അതെ, മുഖ്യമന്ത്രി സംവാദത്തിന് വിളിച്ചു. ഞങ്ങൾ അതിന് പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ നാട്ടിലെ മനുഷ്യർ ഒരു മിനിറ്റ്, ഈ നാട്ടിലെ മനുഷ്യർ, ഈ കേരളത്തിനകത്തെ മനുഷ്യരെല്ലാം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി അവിടുത്തെ വീട് വെക്കാൻ വേണ്ടി പണം ചോദിച്ചു. അതിന്റെ കണക്ക് നിങ്ങളൊന്ന് പുറത്തുവിടോ. ഈ കണക്കിന് എന്താ പ്രത്യേകത അറിയോ? ഒരു കാര്യം കൂടി, ഈ വീടിന്റെ കണക്ക് കിട്ടാനേ നമ്മുടെ ഈ നാട്ടിലുള്ളത് പൊട്ടന്മാരല്ല. വളരെ എളുപ്പത്തിൽ മൊബൈൽ ആപ്പ് വഴിയാണ് ഇവർ പൈസ കളക്ട് ചെയ്തത്. ആ മൊബൈൽ ആപ്പ് വഴി പൈസ കളക്ട് ചെയ്യുമ്പോൾ 1 നിമിഷം മതി അതിന്റെ കണക്ക് കിട്ടാൻ വേണ്ടി. എന്തുകൊണ്ട് കണക്ക് പറയുന്നില്ല ചോദിച്ചാൽ, ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വയനാട് യൂത്ത് കോൺഗ്രസ് 1,05,00,000 രൂപ പിരിച്ചിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ പിന്നെ റോസ്ല അതിനിടയ്ക്ക് ഇടപെടരുത്. 1,05,00,000 പിരിച്ച് KPCCക്ക് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ കൈമാറിയിട്ടുണ്ട്. കോൺഗ്രസ് വയനാടിന് വേണ്ടി പൈസ പിരിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസ് അവിടെ ഭൂമി എടുത്തിട്ടുണ്ട്. ആ ഭൂമിയിൽ എത്രയും പെട്ടെന്ന് നിർമ്മാണം പ്രാരംഭിക്കും. ഒരു മിനിറ്റ്, ചോദിക്കുന്നത് ധൻരാജ് എന്ന് വിളിക്കുന്ന രക്തസാക്ഷിയുടെ ഫണ്ട് നിങ്ങൾ അടിച്ചു മാറ്റിയുടെ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. രക്തസാക്ഷി ഒരു മിനിറ്റ്, ഈ ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് കണക്കുകളെല്ലാം കൃത്യമായി വാർത്താ സമ്മേളനം വിളിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ സുഹൃത്തെ, ഞങ്ങൾ പറഞ്ഞ നിങ്ങളുടെ വയനാട് ദുരിതത്തിന് പിരിച്ച പൈസ എത്ര? KPCC പ്രളയം വന്നപ്പോ 1000 വീട് പറഞ്ഞിട്ടായിരുന്നു. ഇപ്പോ ഈ പറഞ്ഞ ഈ വയനാട് ദുരിതവുമായി ബന്ധപ്പെട്ട് ഹലോ, UDFന്റെ പ്രതിനിധിയോടാണ്. അതെ, നിങ്ങൾ ഹലോ, നിങ്ങൾ ഇപ്പൊ അധികാരത്തിൽ വരും എന്ന് പറയുമ്പോഴേ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ പേടിയാണ്. കാരണം എന്താ അറിയോ? കാരണം ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ പറഞ്ഞു, ഹോസ്പിറ്റലിന്റെ കേസ് പറഞ്ഞില്ലേ, മുമ്പ് ആർക്കും ഹോസ്പിറ്റലിലേക്ക് പോകാൻ പേടിയാ. ഹോസ്പിറ്റലിൽ മുമ്പ് പോകാറില്ല ആൾക്കാർ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ആരും പോകാറില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിലേ കംപ്ലൈന്റ് വരുള്ളൂ. പക്ഷേ ഇപ്പൊ കംപ്ലൈന്റ് വരുന്നത് എന്തുകൊണ്ടാ? അവിടെ കൂടുതൽ ആൾക്കാർ പോണു. പേടിയുള്ളത് കൊണ്ടാണോ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത്? മുഖ്യമന്ത്രിമാർ പോയിട്ടില്ലേ അമേരിക്കയിൽ? പിന്നെ ഞാനേ ഈ കൈ വീണിട്ട് കൈ പൊട്ടിട്ട് ഇരിങ്ങാലക്കുട ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് 165 രൂപ ചെലവാക്കിയിട്ട് ഞാൻ ചികിത്സിച്ചു വന്നത്. നോക്കിയേ, മുമ്പത്തെ സ്ഥിതിയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നറിയോ? ആയിരക്കണക്കിന് പേര് ആയിരക്കണക്കിന് ഞാൻ പറഞ്ഞ ചോദ്യങ്ങളെ അല്ല, ഒരു മിനിറ്റ്. അതായത് 60 വയസ്സായി എനിക്ക് ഇൻഷുറൻസ് എടുക്കാനായിട്ട് 50,000-55,000 രൂപ വേണം. ഈ രാഹുൽ ഗാന്ധി വന്നിട്ട് 25 ലക്ഷം നിങ്ങൾക്ക് ഇതിന്റെ പ്രീമിയം എവിടെ നിന്ന് എടുത്ത് അടയ്ക്കുന്നു വെച്ചിട്ട് ചെയ്യിച്ചു ചോദിക്കുന്നത്. ഇത് നടക്കാത്ത കാര്യമല്ല. ഇത് നടക്കാത്ത സർക്കാർ അധികാരത്തിൽ വന്നാൽ 25 ലക്ഷം രൂപ ഇൻഷുറൻസ് സുരക്ഷ ചേട്ടന് നമ്മൾ കൊണ്ടുവരും. ഞങ്ങൾ കൊണ്ടുതരുന്നത്
പറയാൻ പറ്റുമോ? അല്ല അങ്ങനെ പറയാൻ മറുപടി പിടിച്ചു വെക്കാൻ മേടിക്കാൻ പറ്റില്ല. ചോദ്യം ആരോടാ ചോദ്യം? ഇടതുപക്ഷ പ്രതിനിധിയോടാണ് എൻ്റെ ഒരു ചോദ്യം. ഇടതുപക്ഷ ഇതൊരു ചോദ്യമായിട്ടല്ല, നേരത്തെ നിങ്ങളുടെ സംസാരത്തിനിടയിൽ ഒരു കാര്യം അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൃശ്ശൂർ ലാബ് എന്തിനു വേണ്ടിയിട്ടാണെന്ന്. സാർ, ലാബ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, നമുക്ക് എക്സ്റേ, ECG, സ്കാനിങ്, ഇതെല്ലാം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ലാബ് എന്ന് പറയുന്നത്. അതിന് സുരേഷ് ഗോപി 38.9 ലക്ഷം രൂപ അനുവദിച്ചിട്ട് ആ ഫണ്ട് കൃത്യമായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെലവാക്കാൻ സാധിക്കുന്നില്ല തൃശ്ശൂർ കോർപ്പറേഷനിൽ? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോറൻസിക് സെന്ററിന് വേണ്ടിയിട്ട്, വലിയ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഫോറൻസിക് സെന്ററിന് വേണ്ടിയിട്ട് എയിംസ് വരും എന്ന് പറഞ്ഞാൽ എയിംസ് വരും. നിങ്ങളെ പോലെ തറക്കല്ലിട്ടിട്ട് നാട് വിട്ട് പോകുന്ന ജനപ്രതിനിധി അല്ല സാർ സുരേഷ് ഗോപി. നിങ്ങൾ അനുവദിച്ച ഫണ്ട് നിങ്ങൾ മര്യാദക്ക് ചെലവാക്ക്. നിങ്ങളെ പോലെ നിങ്ങൾ അനുവദിച്ച ഫണ്ട് ചെലവാക്ക്. അപ്പൊ ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കാം. കൊണ്ടാണല്ലോ ഇവർ 312 ഹെക്ടർ ഭൂമി കോഴിക്കോട് ഏറ്റെടുത്ത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, എയിംസ് വന്നിരിക്കും. ഞങ്ങൾക്ക് വേണ്ടത് അത്യാധുനിക സാഹചര്യങ്ങളും അത്യാധുനിക സംവിധാനങ്ങളുള്ള ലാഭാണ് സാറേ. നിങ്ങൾ ചെലവാക്ക്. ഫണ്ട് നിങ്ങൾ ചെലവാക്ക്. സാധാരണക്കാരെ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രിക്ക് വേണ്ടി അനുവദിച്ച ഫണ്ട് നിങ്ങൾ ചെലവാക്കണം സാറേ. അവിടെ ബാക്കിൽ അദ്ദേഹത്തിന് ചോദിച്ചോ ആരോടാ? ബിജെപിയുടെ സ്ഥാനാർത്ഥിയോട് ചോദിക്കണ, ഈ സുരേഷ് ഗോപി ആലപ്പുഴ MP ആണോ? എന്റെ സുഹൃത്തെ, തൃശ്ശൂർ MP അല്ല. അപ്പൊ തൃശ്ശൂർ പിന്നെ ഈ സുരേഷ് ഗോപി എന്റെ വീടിന്റെ അടുത്ത് പറഞ്ഞേക്ക് എന്റെ വീടിന്റെ അടുത്ത് വന്നിട്ട് ഒരു സ്കൂളിൽ മീറ്റിംഗ് വെച്ചതാ. ഞങ്ങളെല്ലാരും കെട്ടിപ്പിടിച്ചതാ. ഈ ജയിച്ചു കഴിഞ്ഞപ്പോ ഒരാളെ തൊടുമ്പില്ലേ പറയണേക്ക്, ഈ ജയിക്കണവരെയുള്ളോ ജയിച്ചു കഴിഞ്ഞപ്പില്ലേ ആള് തൊട്ട് കഴിഞ്ഞാൽ സാനിറ്റൈസർ തുടക്കാറുണ്ട്. പലരും കണ്ടതല്ല, പലരും കണ്ടതല്ല കെട്ടിപ്പിടിക്കായിരുന്നു. എന്നവരെ കെട്ടിപ്പിടിച്ചിട്ട്. പക്ഷെ ഇപ്പൊ ചെന്ന് അല്ല ഈ 5 കൊല്ലല്ലേ, ഈ 5 കൊല്ലം കഴിഞ്ഞ് അടുത്ത ആളിവിടെ നിൽക്കട്ടെ. 8 നിലയിൽ വിട്ടു, 8 നിലയിൽ ഞാൻ പറയണു. ഈ സുരേഷ് ഗോപി അടുത്ത പ്രശ്നം നിൽക്കട്ടെ. 8 നിലയിലാണ്, 8 എപ്പോഴെങ്കിലും സർവ്വസാധാരണക്കാർ ഇരിക്കുന്ന കലിങ്ങിൽ വന്നിരുന്നിട്ട് ചർച്ച ചെയ്ത് കണ്ടിട്ടുണ്ടോ? കാണോ? 8 നിലയിൽ പൊട്ടും. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ മുമ്പ് പറഞ്ഞത് എനിക്ക് ആരോടാ ഇപ്പോഴത്തെ ഭരണമുന്നണിയോട് പറയാനുള്ളത്, അതായത് ഇവിടെ ആരോഗ്യ മേഖല വളരെ ലെവലാണെന്ന് പറയുന്നു. നിസ്സാരം ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ഒരു കാൽസ്യം ഗുളിക വരെ കിട്ടാൻ മാർഗില്ലാത്തൊരു സമയത്ത് ഇപ്പോ ഞാൻ പറയുന്നു, മാർഗില്ല. എത്ര പ്രാവശ്യം ആശ്രയം മുലയൂട്ടുന്ന അമ്മമാര് അവരെല്ലാം ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ, അതെ ആയിക്കോട്ടെ. എനിക്ക് അനുഭവമാണ് പറയണേ. അപ്പൊ പറയേ ആശാ വർക്കർമാരായാലും കൊടുത്തയക്കാന്ന് പറയും. ആശാ വർക്കർമാരെ ആർക്കാവശ്യം പറയും, അവിടെ മരുന്നൊന്നുമില്ല, ഞങ്ങൾ എവിടെ തരാനാന്ന്. ഇത്ര എനിക്ക് പറയാനുള്ള. അല്ലല്ല, ഒരു ചോദ്യം അവിടെ ഇവിടെ എന്റെ കയ്യിലുണ്ട് മൈക്ക്. ഈ മൈക്ക് തന്നെ ചോദിച്ചു. തർക്കത്തിലേക്കുള്ള ചോദ്യമല്ല, 2 ചോദ്യം UDFന്റെ പ്രതിനിധിയോടാണ്. ഒന്ന്, വയനാടുമായി പിരിച്ച ഫണ്ട് എത്ര പിരിച്ചു എന്നൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഇല്ലല്ല, നിങ്ങൾ നിക്ഷേപിച്ച അക്കൗണ്ട് ഏത് ബാങ്കിന്റെ ഏത് ബ്രാഞ്ചിലാണ് എന്ന് വെളിപ്പെടുത്തണം. ഒന്നാമത്തെ ചോദ്യം അത്. രണ്ടാമത്തെ ചോദ്യം, പ്രതാപൻ കഴിഞ്ഞ തവണ ഇവിടെ MP ആയിരുന്ന സമയത്ത് മണലൂർ നിയോജക മണ്ഡലത്തിൽ പ്രധാനമന്ത്രിയുടെ സടക്ക് യോജന അതേപോലത്തെ പദ്ധതികളല്ല, തൊട്ട് കാണിക്കാൻ പറ്റാവുന്ന ഏതെങ്കിലും പദ്ധതി ഉണ്ടോ? ശോഭ മറുപടി ശോഭ. 2 ചോദ്യങ്ങളും. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ഈ ചോദ്യം വയനാടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഞാൻ കൃത്യമായ ഉത്തരം നേരത്തെ നൽകിയതാണ്. പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുകയാണ്. മണലൂരിൽ TM പ്രതാപന് കഴിയാവുന്ന രീതിയിലുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ചേട്ടാ, നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ മുലയൂട്ടുന്ന ഗർഭിണികൾക്ക് അല്ലെങ്കിൽ ഗർഭിണികൾക്ക് ഇവിടെ മരുന്നുകളൊന്നും എത്തില്ലാന്ന്.
എൻ്റെ വീട്ടിലൊരു ഗർഭിണിയുണ്ട്. കൃത്യമായിട്ട് ഇവിടെ സർക്കാർ എല്ലാ കാര്യങ്ങളും വീട്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പിന്നെ VD സതീശന്റെ പ്രസംഗവും കള്ളവും കണ്ടിട്ട് നിങ്ങൾ ഈ നാടിനെ വിലയിരുത്തരുത്. പിന്നെ ശോഭ സുമിനോടൊരു ചോദ്യം. പെട്ടെന്ന് ചോദിച്ചോ, അവസാനം ചോദ്യം. ഓക്കെ, ശോഭ സുമിനോട് ചോദ്യം. വയനാട്ടില് വീടുകള് പണി തുടങ്ങി എന്ന് പറഞ്ഞു നടന്നു. VD സതീശൻ പറഞ്ഞത് നുണയാണോ സത്യമാണോ എന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് പറയാൻ പറ്റുമോ? VD സതീശൻ പണി തുടങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന് ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ്. ഇന്നലെ പിണറായി നുണറായി മാറുമ്പോൾ തൃശ്ശൂർ ചർച്ച ചെയ്യുമ്പോൾ തൃശ്ശൂർ ചർച്ച നടക്കുമ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളുണ്ട്. ഒന്ന് മറ്റത്തൂര് BJPയും കോൺഗ്രസ് തമ്മിലുള്ള ഡീല്. മറ്റത്തൂര് പഞ്ചായത്ത്, പാറളം പഞ്ചായത്ത്, മാള പഞ്ചായത്ത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. ഇതാണ് ഇവർ തമ്മിലുള്ള ഡീൽ. എന്ത് ഡീലുണ്ടെങ്കിലും ഇത്തവണ തൃശ്ശൂർ ഞങ്ങൾ തൃശ്ശൂരില് ഞങ്ങൾ വലിയ അവകാശവാദമൊന്നുമില്ല. ഞങ്ങൾ 5 സീറ്റുകൾ ഞങ്ങൾ ജയിക്കുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. 5 സീറ്റ് ജയിക്കും തൃശ്ശൂർ. BJP ഈ നാട്ടിലെ ഈ തൃശ്ശൂർക്കാർക്ക് നല്ല ധാരണയുണ്ട്. ഒരു സീറ്റ് പോലും BJP ജയിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയം ഇവിടെ ജയിക്കില്ല. അത്ര ഉറപ്പാ. BJPയുടെ ഒരു താമരയും തൃശ്ശൂർ ജില്ലയിൽ വിരിയുമെന്ന ഒരു പ്രതീക്ഷയും വേണ്ട. ഒരു കാര്യം കൂടി, ഇവിടെ ഈ ഡീലിന്റെ കാര്യം പറയുമ്പോ ഒരു കാര്യത്തിന് കൃത്യമായ ഉത്തരം വേണം. വളരെ സജീവമായ ചർച്ചയായിരുന്നു, വളരെ സമാധാനപരമായ ചർച്ചയായിരുന്നു. വളരെ സജീവമായി എല്ലാ പ്രതിനിധികളും വളരെ കൃത്യമായി പോയിന്റുകൾ അവതരിപ്പിച്ചു. നമുക്ക് ഇനി നീട്ടിക്കൊണ്ടു അല്ല, ജമാഅത്തെ ഇസ്ലാമിക്കിൽ പോകല്ലേ, അവസാനിപ്പിക്കണം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പൊളിറ്റിക്കൽ മാസിക് ഇപ്പോൾ തൃശ്ശൂർ മണലൂരിലാണ്. വളരെ സജീവമായ ചർച്ച. ഈ ചർച്ച ഇവിടെ പൂർത്തിയാവുന്നു. പങ്കെടുത്ത മുഴുവൻ പേർക്കും നന്ദി.